ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഇന്നർ കോക്കസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 പേരിൽ 2 പേരെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. KB ഗണേഷ് കുമാറിന്റെ പ്രസ്താവന, അതായത് പത്തനാപുരത്ത് കോൺഗ്രസും BJPയും തമ്മിൽ ഡീലുണ്ടായിരുന്നു, അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നുള്ള പ്രസ്താവന, അത് പത്തനാപുരത്തെ ജനാധിപത്യ വിശ്വാസികളെ അപമാനിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള തോൽവി ആ തോൽവിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജാള്യത മറയ്ക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിൽ സ്റ്റേറ്റ്മെന്റുമായി അല്ലെങ്കിൽ ഫേസ്ബുക്ക് കുറിപ്പുമായി വന്നിട്ടുള്ളത്. ഞാൻ UDFന്റെ സ്ഥാനാർത്ഥിയായി പത്തനാപുരത്ത് മത്സരിക്കുമ്പോൾ എനിക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് ലഭിച്ചിട്ടുണ്ട്. CPMന്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, CPIയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, BJPയുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്, കേരള കോൺഗ്രസിന്റെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. മുഴുവൻ മേഖലയിൽ നിന്നും എനിക്ക് വോട്ട് ലഭിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഈ 8310 വോട്ടുകൾക്ക് എനിക്ക് വിജയിക്കുവാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ തോൽവി മൂലം അദ്ദേഹത്തിന് സ്ഥല ജല വിഭ്രാന്തി പിടിച്ചിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുകയാണ്. ഒരു പ്രീ ഡിഗ്രിക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിലെ കണക്കുകളൊന്നും മനസ്സിലാകില്ല എന്ന് ഞാൻ കരുതുന്നില്ല. തീർച്ചയായിട്ടും കണക്കുകളൊക്കെ മനസ്സിലായിട്ടും അദ്ദേഹം ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഞാനൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ, UDFന്റെ പ്രതിനിധിയായി മത്സരിക്കുമ്പോൾ, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും അതിനപ്പുറം മുന്നണി എന്ന നിലയിലും ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കാറുള്ളത്. അങ്ങനെ വോട്ട് ചോദിക്കുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുഴുവൻ ആളുകൾ ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഇന്നർ കോക്കസിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 10 പേരിൽ 2 പേരെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ, അദ്ദേഹത്തിന്റെ ഈ തിരഞ്ഞെടുപ്പ് നയിച്ചവർ, അവരിൽ പരമപ്രധാനികളായ 2 പേർ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിന് അവരെന്നെ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ എല്ലാ മേഖലയിൽ നിന്നും എനിക്ക് വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം കണക്കുകളെ കുറിച്ച് പറയാം. നമുക്ക് കണക്കുകൾ നോക്കാം. സ്വാഭാവികമായും 2016-ലും 2021-ലും ഏകദേശം 12,000-ഓളം വോട്ടുകൾ ഈ നിയോജക മണ്ഡലത്തിൽ BJPക്ക് ലഭിച്ചിട്ടുണ്ട്. ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 7,000 വോട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. എന്താണ് കാരണം? നമുക്ക് അന്വേഷിക്കാം. അതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത്, ഇപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് BJPയുടെ സ്ഥാനാർത്ഥി ആയിരുന്നില്ല, മറിച്ച് 2020യുടെ സ്ഥാനാർത്ഥിയായിരുന്നു മത്സരിച്ചിരുന്നത്. അത് ചക്ക അടയാളത്തിലാണ് മത്സരിച്ചിരുന്നത്. അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്, ഞാൻ അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ ഒരു ഘടകം അത് തന്നെയാണ്. രണ്ടാമത്തേത്, ഇവിടെ BJPക്ക് 5,000 വോട്ടുകൾ കുറഞ്ഞു എന്ന്, അത് UDFന് ലഭിച്ചു എന്നും ശ്രീ KB ഗണേഷ് കുമാർ അവകാശപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ വോട്ടിങ്ങിനെ സംബന്ധിച്ച് അദ്ദേഹം സ്വയം ഒരു വിലയിരുത്തൽ ആവശ്യമില്ലേ അദ്ദേഹത്തിന്? അദ്ദേഹത്തിന് 2016-ൽ ഈ നിയോജക മണ്ഡലത്തിൽ 75,000 വോട്ട് ലഭിച്ചിരുന്നു. 2016-ൽ 2021 ആയപ്പോൾ അത് 67,000-ആയി കുറഞ്ഞു. 2026 ആകുമ്പോഴത്തേക്കും അത് വീണ്ടും 60,000-ആയി കുറയുന്നു. അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ശ്രീ KB ഗണേഷ് കുമാറിന്റെ വോട്ടിൽ 15,000 വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അഥവാ ശതമാന കണക്കിൽ നമുക്ക് സംസാരിക്കാം. നമ്മൾ എപ്പോഴും ശതമാന കണക്കിൽ സംസാരിക്കുന്ന എപ്പോഴാണ്? 100-ൽ എത്ര വോട്ട് ലഭിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ LDFന് ശ്രീ KB ഗണേഷ് കുമാറിന് 2016-ൽ 52% വോട്ട് ലഭിച്ചിരുന്നെങ്കിൽ 2026 ആകുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനം 44%-ആയി കുറയുകയാണ്. അതായത് അദ്ദേഹത്തിന് 10 വർഷം കൊണ്ട് 8% വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അദ്ദേഹം BJPയെ കുറിച്ച് പറഞ്ഞു. സ്വാഭാവികമായും BJPക്ക് ഏറ്റവും കൂടുതൽ ഈ 2016 ശേഷം വോട്ട് ലഭിച്ചിട്ടുള്ളത് 2021-ലാണ്. 9% വോട്ട് ലഭിച്ചിരുന്നു. ഇപ്പോൾ 5%-ആയി കുറഞ്ഞിട്ടുണ്ട്. 4%-ന്റെ കുറവ് വന്നിട്ടുണ്ട്. ശരിയാണ്. അദ്ദേഹം BJPയുടെ വോട്ട് കുറവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം കൃത്യമായി പറയേണ്ടത് തന്റെ വോട്ട് എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് പറയണ്ടേ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് 15,000 വോട്ട് എങ്ങനെ കുറഞ്ഞു എന്ന് പറയണ്ടേ? കഴിഞ്ഞ 10 വർഷം കൊണ്ട് 8% വോട്ട് എങ്ങനെ കുറഞ്ഞു എന്ന് അദ്ദേഹം പറയണ്ടേ? എന്നാൽ നോക്കൂ, UDFനെ കുറിച്ച് നോക്കൂ. ഞങ്ങൾ 2016-ൽ ഞങ്ങൾക്ക് 35% വോട്ടാണ് ഉണ്ടായിരുന്നത്. 2021-ൽ ഞങ്ങൾ അത് വർദ്ധിപ്പിച്ച് 39%-ആക്കി. 2026-ൽ ഞങ്ങളത് 50%-ലേക്ക് അടുപ്പിച്ചു. അതായത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഞങ്ങൾക്ക് 15% വോട്ടിന്റെ വർധനവ് ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി വോട്ടിന്റെ കണക്കിൽ നോക്കാം. ഞങ്ങൾക്ക് 2016-ൽ ഈ നിയോജകമണ്ഡലത്തിൽ
UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് 50,000 വോട്ടായിരുന്നെങ്കിൽ 2021 അത് 53,000 2026 ആയപ്പോഴത്തേക്കും അത് 68,000-ലധികമായി. അതായത് ഞങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 18,000 വോട്ടിന്റെ വർധനവുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് 15,000 വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കണക്കുകളെ വെച്ച് സംസാരിക്കുമ്പോൾ വസ്തുതാപരമായി സംസാരിക്കണം. അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കൂ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് അദ്ദേഹത്തിന്റെ വോട്ടിംഗ് ശതമാനത്തിൽ 5% കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ BJPക്ക് 4% കുറവും LDFന് 5% കുറവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ UDFന് 11% വർധനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ BJPയുടെ വോട്ട് മാത്രമല്ല LDFന്റെ വോട്ടും UDFന് അനുകൂലമായി വന്നിട്ടുണ്ട് എന്ന വസ്തുത കണക്കുകളുടെ പിൻബലത്തിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യമാകും. എന്നിരിക്കെ എന്തിനാണ് നമ്മുടെ ആന ഉടമസ്ഥ സംഘത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇങ്ങനെ തെറ്റിദ്ധാരണ പരത്തുന്ന വാർത്തകളുമായി രംഗത്ത് വരുന്നത്? അപ്പോ അദ്ദേഹത്തെ സംബന്ധിച്ച് തോറ്റതിന് ശേഷം അദ്ദേഹത്തിന്റെ സമനില തെറ്റിയിരിക്കുന്നു. പിന്നീട് അദ്ദേഹം പറയുന്നത് ഇവിടെ BJP ജയിച്ച 3 സീറ്റുകൾ, ആ 3 സീറ്റുകളിലും BJPക്ക് UDF വോട്ട് മറിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കണക്കൊന്നും നോക്കണ്ടേ സഹോദര? ഏറ്റവും അവസാനം കഴക്കൂട്ടത്താണല്ലോ പുതുതായി BJP ജയിച്ചത്. ആ കഴക്കൂട്ടത്തെ കണക്ക് നമുക്ക് നോക്കാം. കഴക്കൂട്ടത്ത് 2021 BJPക്ക് 6% വർധനവുണ്ടായിട്ടുണ്ട്. എന്നാൽ അതേസമയം ആ മണ്ഡലത്തിൽ UDFന് 4% വർധനവും ഉണ്ടായിട്ടുണ്ട്. അപ്പോ BJPക്ക് 6%, UDFന് 4% കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിൽ വർദ്ധിച്ചപ്പോ അവിടെ LDFനാണ് 10% കുറവുണ്ടായിട്ടുള്ളത്. LDFന്റെ 10% വോട്ട് കഴക്കൂട്ടത്ത് നിന്ന് പോകുമ്പോൾ അവിടെ BJP ജയിച്ചു. അപ്പോ LDFന്റെ വോട്ട് കൊണ്ടാണ് BJP ജയിച്ചതെന്നിരിക്കെ പത്തനാപുരത്തിന്റെ ഡീലിന്റെ ഭാഗമാണ് കഴക്കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക? എങ്ങനെയാ നമ്മൾ അരിയാഹാരം കഴിക്കുന്നവർക്ക് അത് ഉൾക്കൊള്ളാനാവുക? മറ്റൊരു മണ്ഡലം പുതുതായി ജയിച്ചത് BJP ജയിച്ചത് നമ്മുടെ കൊല്ലം ജില്ലയിലാണ്. ആ കൊല്ലം ജില്ലയിൽ BJP ജയിക്കുമ്പോൾ 2021 അപേക്ഷിച്ച് BJPക്ക് 7% വർധനവുണ്ടായിട്ടുണ്ട് വോട്ട് ഷെയറിൽ. ആ 7% വർധനവുണ്ടാകുമ്പോൾ UDFനും ഉണ്ടായിട്ടുണ്ട് 1% വോട്ടിന്റെ വർധനവ്. BJPക്കും UDFനും കൂടി 8% വർധനവുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ BJPക്ക് 7% വർധനവും UDFന് 1% വർധനവും ഉണ്ടാകുമ്പോൾ LDFന് 8% വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അപ്പോൾ കണക്കുകൾ നമ്മുടെ മുമ്പിൽ കൃത്യമായിരിക്കെ ഈ സംസ്ഥാനത്ത് ഉടനീളം UDFന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടായി എന്നിരിക്കെ, UDFന്റെ വോട്ട് ഷെയർ കൂടിയെന്നിരിക്കെ, UDFും BJPയും തമ്മിൽ ഡീലുണ്ട് എന്നൊക്കെ LDFന്റെ ഏതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞോ? മറ്റേതെങ്കിലും നേതാക്കന്മാർ പറഞ്ഞോ? അവർ പറയാൻ തയ്യാറാകുമോ? പക്ഷെ KB ഗണേഷ് കുമാർ ഇത്തരത്തിൽ പത്തനാപുരത്തിനെ മറിക്കാൻ വേണ്ടിയാണ് സംസ്ഥാനത്തുടനീളം BJPയുമായി കോൺഗ്രസ് UDF ഡീലുണ്ടാക്കിയിരിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് മറ്റൊന്നും പറയാനില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, തെരഞ്ഞെടുപ്പിന് മുന്നും ഞാൻ അദ്ദേഹത്തെ ഒരു സംവാദത്തിന് ക്ഷണിച്ചിരുന്നു. ഇപ്പോ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ പിൻബലത്തിൽ, ഇതിന്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനൽ അദ്ദേഹത്തെ ക്ഷണിക്കും, നമുക്കിരുന്ന് സംസാരിക്കാം. എവിടെയാ വോട്ട് കുറഞ്ഞത്, എവിടെയാ വോട്ട് കൂടിയതെന്ന് കണക്കുകൾ വെച്ച് സംസാരിക്കാം. അദ്ദേഹം തയ്യാറാകുമോ? ഒരിക്കലും തയ്യാറാകില്ല. അപ്പോ ഇത്തരത്തിൽ ജനാധിപത്യ വിശ്വാസികളെ വീണ്ടും വീണ്ടും അപമാനിക്കുന്ന നടപടി ശ്രീ KB ഗണേഷ് കുമാർ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാൻ.